ക്രൂശിക്കപ്പെടുന്നതായ അവസ്ഥകള്, പ്രതികൂലത്തിന്റെ അവസ്ഥകളിലൂടെ ജീവിതത്തിൽ കടന്നു പോയേക്കാം. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായമാണ്. അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബാബേലിൽ യഹൂദന്മാരുടെ അവിശ്വാസത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 7-ാം വാക്യത്തിലേക്ക്, അതിന്റെ ആദ്യ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. അതേ പ്രിയമുള്ളവരെ, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തന്റെ, ദൈവ പൈതന്റെ ഉറപ്പാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വന്നാലും അന്ധകാരമാകുന്ന വഴിയിലൂടെ പലപ്പോഴും ഈ ലോകത്തിൽ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ ആ വഴിയിലൂടെയും അവിടുന്ന് വെളിച്ചം പകരുന്ന ദൈവമാണ് എന്ന് ദൈവമക്കൾക്ക്, ദൈവഭക്തന് അവിടുന്ന് ഉറപ്പ് നൽകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ആവശ്യകത ഈ അധ്യായത്തിലൂടെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഭയപ്പെടാതെ, പ്രത്യാശ കൈവിടാതെ ഒരു ദൈവ പൈതൽ മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് വ്യക്തമായി പ്രവാചകൻ പ്രവചിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ലോകക്കാർ ഈ ലോകത്തിൽ ആശ്രയം വെച്ചിരിക്കുമ്പോൾ, ലോകത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ, എന്തെങ്കിലും ഒരു വീഴ്ചകൾ, താഴ്ചകൾ കടന്നു വരുമ്പോൾ അവർ പെട്ടെന്ന് അമ്പരന്നു പോകുന്നു, നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, യഹോവ ഭക്തനെ സംബന്ധിച്ച് ഒരിക്കലും തളർന്നു പോകത്തില്ല, അമ്പരന്നു പോകത്തില്ല. കാരണം ആ വ്യക്തിക്ക് പറവാൻ സഹായിക്കും: യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, എന്നോട് കൂടെയുണ്ട്. അതിൽ നമുക്ക് ഇതിന്റെ മധ്യഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്. അതേപടി നിവൃത്തിയാകുകയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ. അത് നമുക്ക് വ്യക്തമായിട്ട് സുവിശേഷത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ നിവർത്തിപ്പാൻ ശക്തനായ കർത്താവാണ്. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കടന്നു പോകുമ്പോഴും അതിലൂടെയും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മഹത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന്, തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നുവെന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒരു ക്രിസ്തു ശിഷ്യനായി തീരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വിളിച്ചിരിക്കുന്നത് അവിടുത്തെ ശിഷ്യന്മാരാകുവാൻ വേണ്ടിയാണ്, ശിഷ്യന്മാരുടെ സ്വഭാവം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലും നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലും യഹോവയിൽ ആശ്രയിച്ച് ഭയപ്പെടാതെ, അമ്പരന്നു പോകാതെ, കൂരിരുന്ന താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്നുള്ളൊരു ഉറപ്പോടെ കടന്നു പോകുമെങ്കിൽ ഒരു പക്ഷെങ്കിൽ ക്രൂശിക്കപ്പെടുന്നതായ അവസ്ഥകള്, പ്രതികൂലത്തിന്റെ അവസ്ഥകളിലൂടെ ജീവിതത്തിൽ കടന്നു പോയേക്കാം. എന്നാൽ അതിനപ്പുറം ഒരു തേജസ്കരണമുണ്ട്, ഒരു ഉയർപ്പുണ്ട് എന്നുള്ളൊരു കാര്യം പ്രിയമുള്ളവരെ നാം മറന്നു പോകരുത്. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.